ഇതെന്തടേ ലോഡാവാത്തത്? അത് ലോഡാവാൻ ഇച്ചിരി പാടാ. ഹലോ ഗെയിമേഴ്സ്, യൂട്യൂബേഴ്സ്, ഓഡിയൻസ് ആൻഡ് എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ മാൽബ്രോ. ആൻഡ് ഗൈസ്, എങ്ങനൊരു യൂട്യൂബർ ആവരുതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കേരള ബോയ് ഗെയിമിംഗ്. അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ എല്ലാവരും കീപ്പ് ഓൺ വാച്ചിങ്. സോ സംഭവം എന്ന് വെച്ചാൽ കേരള ബോയ് ഗെയിമിംഗ് എന്ന യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഗെയിമർ അവൻ്റെ സ്വന്തം ചാനൽ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാനിലോടുള്ള ദേഷ്യം കൊണ്ടിട്ട് അവൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനും എൻ്റെ ടീമേറ്റായ ഡെൻസൺ ഗെയിമിങ്ങും ഹാക്ക് ചെയ്താണ് ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ചല്ല, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. സോ ഇതുപോലത്തെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഞാൻ ലീഗലി പോലീസിനെ കോൺടാക്ട് ചെയ്യും. എനിക്കതേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. സോ എൻ്റെ കയ്യിലുള്ള എവിഡൻസ് ഞാൻ സൈബർ സെല്ലിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. ആൻഡ് അവർക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇവൻ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിലും അതുപോലത്തെ മീഡിയാസിലെല്ലാം ഇവൻ ടാഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ ടാഗ് ചെയ്തിട്ട് ചെന്ന് തെറി വിളിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മെസ്സേജൊക്കെ അറ്റാച്ച് ചെയ്തിരുന്നു. സോ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ കീപ്പ് ഓൺ വാച്ചിങ്. സോ ഇതിനെ തുടർന്ന് റീസെൻ്റ്ലി അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു, ക്വസ്റ്റ്യൻ ചെയ്തു. ആൻഡ് ഫൈനലി അവൻ ആക്സെപ്റ്റ് ചെയ്തു ഇതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായൊരു കാര്യമാണെന്നും പറ്റിപ്പോയതാണ് പോലും. ഇതിൻ്റെ ഇടയിൽ തേർഡ് പേഴ്സണായിട്ട് കുറച്ച് പേര് കിടന്ന് കളിച്ചപ്പോൾ അവന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇട്ട വീഡിയോസാണ് പോലും. പക്ഷേ എവിഡൻസ് എല്ലാം ഞാൻ ആൾറെഡി സൈബർ സെല്ലിന് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി. ഈവൻ പേഴ്സണൽ ദേഷ്യത്തിൻ്റെ പുറത്തും അവൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തതാണെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ആൾറെഡി മനസ്സിലായിരുന്നു. സോ അതുകൊണ്ട് അവനിട്ട വീഡിയോസ് അവൻ തന്നെ റിമൂവ് ചെയ്തു. എന്നിട്ട് സ്റ്റേഷനിൽ വെച്ച് തന്നെ അവൻ്റെ ചാനലിൽ അവൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയും ചെയ്തു. ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ ഇതിൽ അവൻ ഇട്ടിരിക്കുന്നത് ദ ഇഷ്യൂ ബിറ്റ്വീൻ മീ ആൻഡ് മാൽബ്രോ ഈസ് ക്ലോസ്ഡ്. ഇറ്റ് വാസ് ഡ്യൂ ടു സം മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ അസ്. നോ മോർ ഇഷ്യൂസ് ബിറ്റ്വീൻ അസ്, പീസ്. എന്നിട്ട് കുറേ കണ്ണിൽ ലവിൻ്റെ സിമ്പിളുള്ള ഇമോജിയും ദ ഇഷ്യൂ വാസ് ഡ്യൂ ടു തേർഡ് പാർട്ടി പേഴ്സൺ. ഓക്കെ, മൂന്നാമത് ഒരാൾ ഇടക്കിറന്ന് കളിച്ചുകൊണ്ടാണ് അവൻ ഇട്ടത് പോലും. ഈ കണ്ണിൽ ലവിൻ്റെ സിമ്പിളുള്ള ഇമോജി വാരി വിതറിയാൽ എല്ലാ പ്രശ്നവും സോൾവ് ആയല്ലോ. ആയിക്കോട്ടെ. പക്ഷേ ഇവിടെയും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ പോസ്റ്റ് അവൻ എഡിറ്റ് ചെയ്ത് അവൻ്റെ രീതിക്കാക്കി. എന്നിട്ട് അവൻ എൻ്റെ ഫോട്ടോ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതെന്നും പറഞ്ഞാക്കി. ഇവിടെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്നത് പോലെ അല്ല ബ്രോ, ഓഫീസേഴ്സിനെ പറ്റിക്കുന്നത്. അവർ ഈ ലോക്ക്ഡൗൺ സമയത്ത് സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഇടപെടുമ്പോൾ നീ അവരുടെ മുന്നിലും കള്ളത്തരം കാണിച്ചു. ഈ കാണിച്ചതിനുള്ള മറുപടി അധികം താമസിയാതെ അവർ തന്നെ തന്നോളും ബ്രോ, ഡോൺ വറി. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇവൻ കേരള ബോയ് സ്റ്റേഷനിൽ വന്ന ശേഷം ന്യായീകരിച്ച് പറഞ്ഞ കുറച്ച് മണ്ടത്തരങ്ങളാണ്. കുറച്ചധികം ഉണ്ട്. ഇവൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവൻ കേരളത്തിലെ എന്തോ ടോപ്പ് പബ്ജി പ്ലെയറാണ്, നമ്പർ 1 ടോപ്പ് പബ്ജി പ്ലെയറാണ്, AKPGA ടൂർണമെൻറ്റ് വിന്നറാണ് പോലും, മറ്റതാണ് മറിച്ചതാണ്, കോപ്പാണ്. ഈ കാര്യം അവിടെ പറഞ്ഞത് എന്തിനാണെന്ന് പോലും അവന് പോലും മനസ്സിലായിട്ടില്ല, അവിടെ നിന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇവൻ സ്വയം പൊങ്ങിയാണെന്നുള്ള കാര്യം അവിടെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ നോക്കൂ. ആൻഡ് ഞാൻ ആൾറെഡി എൻ്റെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം പോലീസിന് സബ്മിറ്റ് ചെയ്തിരുന്നു. ഇത്രയും വലിയൊരു പ്ലെയർ ആയതുകൊണ്ടാണ് ഇവ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോലും. അതായത് വേറെ യൂട്യൂബേഴ്സൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ വേറെ നല്ല പ്ലെയേഴ്സൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ വേറെ യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. ആൻഡ് ഞാൻ ആൾറെഡി എൻ്റെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം പോലീസിന് സബ്മിറ്റ് ചെയ്തിരുന്നു. അതായത് ഇതെല്ലാം ഇവൻ്റെ ചാനൽ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള ഇവൻ തന്നെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ പോലും അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യമാണ്. സോ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ കേട്ട് നോക്കുക. എടാ മാൽബ്രോ ഹാക്ക് ചെയ്തില്ല ഇനി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണ് അവൻ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല അതൊന്നും എനിക്കിനി അറിയണ്ട. അവൻ്റെ ഗ്രൂപ്പ് അവൻ്റെ എന്തോന്ന് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ അവൻ്റെ വില പോയി. അവൻ ഇനി എപ്പോൾ ലൈവ് വരും അപ്പോൾ അവനെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 ഗ്രൂപ്പ് കൂടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, റെയ്ഡ് പോലെ പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ പ്രശ്നം കാണിക്കും, നിങ്ങൾ എൻ്റെ തലയിൽ എന്തിനാണ് ഇതൊക്കെ കൊണ്ട് ഇട്ട് തരുന്നത്, ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എന്തോന്ന് പറഞ്ഞത്, നിങ്ങളെ കമ്മ്യൂണിറ്റി നിങ്ങളെ ചാനലിനെ എങ്ങനെയായാലും നമ്മൾ അവർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. പക്ഷെ ഇതിപ്പോ ഷെയർ ആക്കാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് തന്നെ പബ്ജിയുടെ 4 പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഞാൻ ഷെയർ ആക്കാൻ പോയിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് തന്നെ റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് 100K പേജ് ഉണ്ട്. ഞാൻ ഓൺലൈൻ പ്രൊമോട്ടറാണ്, ഡിജിറ്റൽ പ്രൊമോട്ടർ, കൽക്കി സിനിമകളിലെല്ലാം പ്രൊമോട്ടറാണ്. പിന്നെ എനിക്ക് ഫേസ്ബുക്കിലൊരു പബ്ജിയുടെ ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ രീതിക്കൊക്കെ ചിന്തിച്ചു പോകത്തുള്ളൂ. ആ സൈഡിൽ ഞാൻ അത് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു
ഇത് എനിക്കുണ്ട്. ഞാൻ ആളുടെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇപ്പൊ തന്നെ നിങ്ങളെ ചീത്ത വിളിച്ചത് ആരും എന്നെ ഒന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങളെ അമ്മയ്ക്കൊക്കെ വിളിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ കേട്ടല്ലോ ഗൈസ്, ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അവൻ അറിയേണ്ട ആവശ്യമില്ല. അത് അവൻ്റെ പ്രോബ്ലമേ അല്ല. അവൻ എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി തകർക്കണം, എന്നിട്ട് അവൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യണം, ഇതൊക്കെയാണ് അവൻ്റെ ഉദ്ദേശം. ഈ ക്ലിപ്പും കൂടി ആയപ്പോൾ ഓഫീസേഴ്സിന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി. ആയിക്കോട്ടെ, അവൻ പറയുന്ന പോലെ അവൻ കേരളത്തിലെ നമ്പർ 1 PUBG പ്ലെയറാണ്, അല്ലെങ്കിൽ വേറെ ആരുമില്ല, അവനെ വെല്ലാൻ വേണ്ടി വേറെ പ്ലെയേഴ്സ് ആരുമില്ല, അവൻ മാങ്ങയാണ്, അവൻ മാങ്ങാണ്ടിയാണ്. ഇനി ഈ നമ്പർ 1 പ്ലെയർ എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന അവൻ പറഞ്ഞ നമ്പർ 1 മണ്ടത്തരങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഞാനും എൻ്റെ ടീമിൻ്റെ ഡെൻസൺ ഗെയിമിങ്ങും വേറെ കുറച്ച് യൂട്യൂബേഴ്സും ഹാക്ക് ചെയ്ത് കളിക്കുന്ന പ്രൂഫ്സ് ഉണ്ട് പോലും ഇവൻ്റെ കയ്യിൽ. അതാണ് ഇവൻ കാണിക്കാൻ നോക്കിയത് അവിടെ. ഇവൻ പറയുന്ന ഫസ്റ്റ് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് എൻ്റെ അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ട്സ് ബാൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാക്കറാണ് പോലും. സോ ഗൈസ്, നമ്പർ 1 പ്ലെയർ പറഞ്ഞുകൊണ്ട് അക്കൗണ്ട്സ് ബാൻ ആയിട്ടുള്ള എല്ലാവരും ഹാക്കേഴ്സായി. അക്കൗണ്ട്സ് ബാൻ കിട്ടാനുള്ള ഒരുപാട് റീസൺസ് PUBG തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഇതൊക്കെ ചോദിക്കുമ്പോൾ അവനൊരു മറുപടി ഇല്ല. ആ സമയത്ത് അവൻ അവിടെ തെളിയിക്കാനൊന്നും നാക്കില്ല അവന്. ഇതുപോലത്തെ ഒരുപാട് പേരുടെ അക്കൗണ്ട്സ് ബാൻ ആയിട്ടുണ്ട് എന്ന് വെച്ച് ഇവരെല്ലാവരും ഹാക്കേഴ്സ് ആകുമോ? പിന്നെ അവൻ പറയുന്ന കാര്യം, റാഷ് എന്ന് പറഞ്ഞ ഒരു ഗെയിമർ നമ്മുടെ ക്ലാനിൽ ഹാക്ക് ചെയ്ത് കളിച്ചിരുന്നു വരും. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കേസുണ്ട്. റാഷ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ക്ലാൻ മെമ്പറാണ്. അവൻ ഹാക്ക് യൂസ് ചെയ്ത് എൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിനെ തുടർന്ന് ഞാൻ അവനെ ക്ലാനിൽ നിന്ന് കിക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് അവൻ്റെ കൂടെ കളിച്ച് എല്ലാവരും ഹാക്കേഴ്സ് ആവില്ലല്ലോ ബ്രോ. അങ്ങനെയെങ്കിൽ ഇപ്പം അവൻ വേറെ ഏതോ യൂട്യൂബറിൻ്റെ കൂടെ PUBG PC എന്തോ കളിക്കണം, അങ്ങനെയെങ്കിൽ അവനെ ഹാക്കർ ആവണ്ടേ? പിന്നെ ഈ റാഷ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രീവിയസ് ക്ലാൻ മെമ്പർ ഞങ്ങൾ കിക്ക് ചെയ്ത സമയത്ത് അവന് ലേശം ദേഷ്യം വന്നിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം അത്ര നാളും അവൻ അഡ്മിനായിരുന്നു. എല്ലാ കാര്യത്തിലും ഡിസ്കോഡിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അവൻ അഡ്മിനായിരുന്നു. സോ ആ ഒരു പവർ അവൻ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവൻ ഞങ്ങളുടെ ക്ലാൻ മെമ്പേഴ്സിൻ്റെ അടുത്തും എല്ലാവർക്കും ഹാക്കിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തത് പല ഗ്രൂപ്പിലും അയച്ചു കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് സത്യമാണെന്ന് കഴിഞ്ഞ ദിവസം റാഷ് ഈ പോലീസ് കേസൊക്കെ ആയ സ്ഥിതിക്ക് റാഷ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ ആക്സെപ്റ്റ് ചെയ്ത കേസാണ്. അവനത് സോറിയും പറഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ ആ ഓഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. സോ പിന്നെ നമ്മുടെ കേരള ബോയിൻ്റെ രണ്ടാമത്തെ പ്രൂഫ് എന്ന് വെച്ചാൽ, എനിക്കറിയില്ല ആക്ച്വലി ഇവന് ഈ പ്രൂഫ് എന്താണ് കാണിച്ചത്. ഇത് കാണിച്ചപ്പോൾ ഞാൻ ശരിക്കും പെട്ടു കേട്ടോ. വേറെ ഒന്നുമല്ല ഗൈസ്, അതായത് ഞാൻ ഒരു ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വേറൊരു ഫ്രണ്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഒബ്വിയസ്ലി എന്താ എഴുതി കാണിക്കുക, ലോഗിൻ ഫ്രം അതർ ലൊക്കേഷൻ എന്ന് എഴുതി കാണിച്ചു. ഇത് കണ്ടിട്ട് അവൻ്റെ ലൈവിൽ അവൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ലോഗിൻ ഫ്രം അനദർ ലൊക്കേഷൻ അക്കൗണ്ട് കളിച്ചോ. അതെ, ഇപ്പൊ കാണിച്ച ലൈവിൽ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുക മാൽബ്രോഡ. ഇതെന്താ ഇത്, എങ്ങനെ സംഭവിക്കുന്നത്? മാൽബ്രോഡ ലൈവിൽ ഇപ്പൊ എന്താണ്ട് കണ്ടതാണ് ലോഗിൻ ഫ്രം അനദർ ലൊക്കേഷൻ എന്ന്. ലോഗിൻ ഫ്രം അനദർ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്? മാൽബ്രോ ഈസ് എ ഹാക്കർ. ഇതാണ്ട് അവന്റെ ലൈവിൽ ഇപ്പം പോലും പ്രൂഫ് ആയിട്ടുണ്ട് ലോഗിൻ ഫ്രം അനദർ ലൊക്കേഷൻ കാണിച്ചേക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇവൻ ഹാക്ക് അല്ലാതെ പിന്നെ എന്താണ് ഇതിനൊക്കെ എന്താണ് പറയുന്നത്? സോ ഗൈസ്, എൻ്റെ അറിവിൽ ലോഗിൻ ഫ്രം അതർ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരോ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നമ്പർ 1 പ്ലെയർ പറയണ കേട്ടല്ലോ, അതിൻ്റെ അർത്ഥം അതും ഹാക്കാണെന്നാണ് അവൻ പറയുന്നത്. എൻ്റെ പൊന്നു കൂട്ടുകാരൻ, ഈ ലോഗിൻ ഫ്രം അതർ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PUBGയിലും മാത്രമല്ല ബ്രോ, അത് ഫേസ്ബുക്കിലും അതുപോലത്തെ സോഷ്യൽ മീഡിയാസിലും എല്ലാത്തിലും ഉണ്ട്. അതിനകത്ത് നമ്മുടെ അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ലോഗിൻ ഫ്രം അതർ ലൊക്കേഷൻ എന്ന്. അതാണ് അവിടെ സംഭവിച്ചത്. അതും നീ പറയുന്നു അതും ഹാക്കാണ് പോലും. ഇന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോനെ. വെയിറ്റ്, ഇതും പോരാഞ്ഞിട്ട് അവൻ പറയുന്നത് എൻ്റെ ടീമേറ്റ് ഡെൻസനും ഹാക്കറാണ് പോലും. അവൻ ഹാക്കറാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച ക്ലിപ്പാണിത് ഗൈസ്. സോ നിങ്ങളിത് ആദ്യമേ കാണുക. ഡെൻസൺ, നിനക്കൊരു ലോട്ടറി ഞാൻ തരാം. നീ ഹാക്കറാണെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, നീ ഈ പണിയിലുണ്ടെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങൾ നിന്നെ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നിനക്ക് ആകെ ഉള്ളത് ഈ 10-20 വ്യൂവേഴ്സാണ്, അത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിന്നെ ചുമ്മാ ചൊറിഞ്ഞിട്ട് ആവശ്യമല്ല. നീ ഇവൻ സൈക്കോയാണ്. സോ വേറെ ഒന്നുമല്ല ഗൈസ്, ഇവൻ പറയുന്നത് നമ്മുടെ ഡെൻസൺ എന്ന യൂട്യൂബറിനെ ആകെ കൂടി 10-20 വ്യൂവേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് അവനെ ചൊറിഞ്ഞിട്ട് കാര്യമില്ല പോലും. അതിൻ്റെ അർത്ഥം വേറെ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനെ ചൊറിയാനാണ് അവൻ്റെ ഉദ്ദേശം. എന്തായാലും ചൊറി ഉറപ്പാണ്. നിനക്ക് ആകെ ഉള്ളത് ഈ 10-20 വ്യൂവേഴ്സാണ്, അത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിന്നെ ചുമ്മാ ചൊറിഞ്ഞിട്ട് ആവശ്യമല്ല. നീ നിന്നെ തന്നെ നിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് കളിക്കുന്നതെന്ന് ഞാൻ കൂട്ടത്തോളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഡെൻസൺ ഇവിടെ ഒരു എനിമി സ്ക്വാഡിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെൻസൺ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് വന്ന് മുകളിലോട്ട് നോക്കിയതോ കണ്ണ് മുകളിലോട്ട് പോയി. താഴെ നിന്ന് മതിൻ്റെ താഴോട്ട് അവൻ എങ്ങനെയാണ് നോക്കുന്നത്. ഇവിടെ ആളെ നിർത്തിയിട്ട് താപ്പോട്ട് മൗസ് ചരിച്ചിട്ട് പിന്നെ ഇവൻ്റെ കണ്ണ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് വന്നിട്ടൊരു സ്ക്രീനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് സ്പെക്ടേറ്റിംഗ് ആണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സ്പെക്ടേറ്റിംഗ് എന്നാണ്. കാരണം അതാ അവൻ സുഖമായിട്ട് അടിച്ചിരുന്നു. ആരെ പ്രൊഫഷണൽ പ്ലെയർ. പിന്നെയും കണ്ണ് മുകളിലോട്ട് വന്നു. സ്കോഡ് പുഷ് ചെയ്യുന്ന സമയത്ത് ഇവൻ എന്തായാലും കമൻറ്റ് വായിക്കുന്നതിലൊന്നുമില്ല. കണ്ണ് മുകളിലോട്ട് വന്നു, അടുത്ത എനിമി വരുന്നു, അവൻ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യുന്നു, അടിക്കുന്നു. സോ ഇതിൽ അവൻ പറഞ്ഞിരിക്കുന്നത് ഡെൻസൺ എന്ന യൂട്യൂബർ തൊട്ടടുത്തുള്ള സ്ക്രീനിൽ നോക്കിയിട്ട് എനിമീസിനെ സ്പോട്ട് ചെയ്യുവാണെന്ന്, അതായത് സ്പെക്ടേറ്റ് ഹാക്ക് യൂസ് ചെയ്യുവാണെന്ന് പോലും. പക്ഷേ
ഇവിടെയും നിനക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റി ബ്രോ. ഗൈസ്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഈ വീഡിയോ എഡിറ്റഡ് ആണെന്നുള്ള കാര്യം. അതായത് മുകളിലും താഴെയായിട്ട് ഒരു ബ്ലാക്ക് ബാർ, 2 ബ്ലാക്ക് ബാർ അവൻ എഡിറ്റ് ചെയ്ത് ചേർത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് എഡിറ്റഡ് അല്ലാത്ത ഒറിജിനൽ വീഡിയോ. സോ ഗൈസ്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും റൈറ്റ് ബോട്ടം കോർണറിൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്നൈപ്പർ ഉള്ളി മാച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സ്നൈപ്പർ ഉള്ളി ആർക്കേഡ് മാച്ചിനാണ് ഡെൻസൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ജി കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും അറിയാം, ഒട്ടുമിക്ക പ്ലെയേഴ്സിനും അറിയാം ആർക്കേഡ് മാച്ച് സ്പെക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. എന്തുകൊണ്ട് ഇത്ര വലിയ ടോപ്പ് പ്ലെയറായി നിനക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തത്? അതെ, ഇവിടെ ഡെൻസൻ കളിക്കുന്നത് സ്നൈപ്പർ ഉള്ളി ആർക്കേഡ് മാച്ചാണ്. റൈറ്റ് ബോട്ടം കോർണറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഈ മോഡ് സ്പെക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ തിരുമണ്ടനത് അറിയത്തില്ല. പ്ലീസ് നോട്ട് ദ പോയിന്റ്. കേരളത്തിലെ നമ്പർ 1 പ്ലെയർ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ ഓർക്കണേ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയിപ്പോ സ്പെക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു മോഡ് സ്പെക്റ്റേറ്റ് ചെയ്ത് ഹാക്ക് ചെയ്യുവാണെന്ന് പറയുന്ന ഏക വ്യക്തി നീയായിരിക്കും ബ്രോ. സമ്മതിച്ചിരിക്കുന്നു. ഈ പ്രൂഫ്സ് എല്ലാം നീ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു തെറ്റിദ്ധരിപ്പിച്ചിട്ട് എൻ്റെയും ഡെൻസൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, എൻ്റെ ലൈവിൽ വന്ന് തെറി വിളിക്കാൻ പറഞ്ഞു, എൻ്റെ പേഴ്സണൽ നമ്പറിൽ തെറി വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ നിൻ്റെ 20K ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നീ കുറച്ച് പോസ്റ്റും ഇട്ടു എന്നെയും ഡെൻസിനെ ടാഗ് ചെയ്തുകൊണ്ട്. എല്ലാവരും ഈ പിതാവില്ലാത്തവരെ ടാഗ് ചെയ്ത് ഷെയർ ചെയ്യപ്പോലും @malbro life @denson white. പക്ഷേ നീ മനസ്സിലാക്കാത്ത പോയ ഒരു കാര്യമുണ്ട് ബ്രോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ ചെറിയ യൂട്യൂബറൊന്നോ വലിയ യൂട്യൂബറൊന്നോ ഇല്ല. അവിടെ വലിയ ഇൻസ്റ്റാഗ്രാമറെന്നോ ചെറിയ ഇൻസ്റ്റാഗ്രാമറെന്നോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രോ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നത്. ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ വേറെ ഒന്നുമല്ല ഗൈസ്. ഇവൻ ഇത്രയൊക്കെ കാണിച്ചിട്ടും അവനൊരു അപ്പോളജി വീഡിയോ പോലും ഇടാതെ അവൻ ആ പോലീസിൻ്റെ മുന്നിൽ വെച്ചിട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതും അവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൻ്റേതായ രീതിയിൽ അവൻ എഡിറ്റ് ചെയ്ത് മാറ്റി. അതും പോരാഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തത് പോലീസുമായിട്ട് ഒത്തുചേർന്ന രീതിയിൽ അവൻ അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യിപ്പിച്ചു. ഇതെല്ലാം ഞാൻ അവർക്ക് തന്നെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ബ്രോ. പിന്നെ നീ പറഞ്ഞതുപോലെ ഈ പോലീസിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാൻ അവരെൻ്റെ മാമൻ്റെ മക്കളൊന്നുമല്ല. ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് പോലും എൻ്റെ കൂടെ എന്നെ വിശ്വസിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ള 1000 നന്ദി. പിന്നെ ഇവൻ്റെ ഫേക്ക് വീഡിയോസ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരോട് എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ ബൈ പറഞ്ഞു പോയ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബൈ പറഞ്ഞു പോയാൽ പോണം, പിന്നെ വലിഞ്ഞേറി വരല്ലേ പ്ലീസ്. ബൈ പറഞ്ഞു പോയാൽ ബൈ ബൈ. പിന്നെ നീ ഇനി ഇതുപോലെ നിൻ്റെ ചാനൽ പ്രൊമോഷന് വേണ്ടിയിട്ട് വേറെ യൂട്യൂബേഴ്സൊക്കെ ഹാക്കറാണോ, അല്ലെങ്കിൽ മാൽബ്രോ ഹാക്കറായിരുന്നു, അല്ലെങ്കിൽ ഡെൻസൺ ഹാക്കറല്ല, അല്ലെങ്കിൽ ഡെൻസൺ ഹാക്കറായിരുന്നു മാൽബ്രോ ആണ് ഹാക്കർ അല്ലാത്തത്, അല്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും ഫേക്ക് കോൺട്രവേഴ്സി ആയിട്ടൊക്കെ നീ പൊക്കിക്കൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം ബ്രോ. പക്ഷേ എല്ലാവർക്കും പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ബ്രോ, എൻ്റെ പൊന്ന് കോളനി ബോയ് ഗെയിമിങ്. കുളത്തിലെ ആമ്പൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ എന്ന് വെച്ച് നിൻ്റെ ഈ ഒരുമാതിരിയുള്ള ആർക്കും ഇഷ്ടപ്പെടത്തില്ല ബ്രോ. ശരി എന്നാ. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, പേരും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ പേരും വരത്താൻ. ചോര കണ്ട പേടിക്കുന്ന കൂട്ടത്തിൽ എല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം. സ്നേഹം എന്റെ മതം, എന്റെ ജാതിയാണ് മനുഷ്യത്വം. 100 വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പലവട്ടം. ഇവന്റെ കൂട്ടരും ഭീരുവെന്നൊരിക്കൽ തെറ്റിദ്ധരിച്ചിട്ട് പറയാം എന്റെ നാട് കേരളം കേട്ടോ എനിക്ക് വഴങ്ങിൽ അടിമത്തം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. കാര്യമില്ല, മാനുഷികനായി ആരുമില്ല, നമ്മൾ തന്നെ തിരിച്ചെടുക്കണം നമ്മുടെ മണ്ണിന്റെ ശാന്തി. ഇവിടെ ചട്ടങ്ങൾ മാറി നിരപരാധി ഇന്നപരാധി. ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹി തീവ്രവാദി. അറിഞ്ഞു വെച്ച നീ നമ്മിലെ ഒരുമ മാത്രമാണ് ബാക്കി. അതാണ് നമ്മുടെ ശക്തി, അതിലാണ് നമ്മുടെ ഭാവി. ഒരുമയാണ് നമ്മുടെ